തൃപ്രയാറിൽ ശ്രീരാമനെ കണ്ടുകഴിഞ്ഞാൽ പിന്നെ കൂടൽമാണിക്യത്തെത്തി ഭരതനെ തൊഴാതെ മടങ്ങുന്നത് എങ്ങനെയാണ്? ഇന്ത്യയിൽ തന്നെ അപൂർവം ഭരത പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലൊന്നാണ് കൂടൽമാണിക്യം ക്ഷേത്രം. 30 ഏക്കറോളം പരന്നുകിടക്കുന്ന ഭൂസമ്പത്തുള്ള ഒരു ക്ഷേത്രം. ജാതിമത ഭേദമന്യേ ലക്ഷക്കണക്കിന് ഭക്തർ ഇവിടെയെത്തി ഭഗവാനെ കണ്ട് തൊഴുത് അനുഗ്രഹം നേടി മടങ്ങുന്നു. നമുക്ക് ക്ഷേത്രത്തിലേക്ക് ഒന്ന് പ്രവേശിക്കാം. ഒരാൾ പൊക്കമുള്ള ഭരത പ്രതിമ ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണ പൂജ ഏറ്റുവാങ്ങിയ ശ്രീരാമപ്രതിമയ്ക്കൊപ്പമുള്ളത്. വനവാസത്തിനു പോയ സഹോദരൻ ശ്രീരാമൻ മടങ്ങിവരുന്ന സന്തോഷം നിറഞ്ഞ ഭാവമുള്ള പ്രതിഷ്ഠയാണിത്. ഉപദേവതകളില്ല. ക്ഷേത്ര ചടങ്ങുകൾക്കും മറ്റുള്ള ക്ഷേത്രങ്ങളെക്കാൾ ഏറെ വ്യത്യാസങ്ങൾ. വഴുതലിങ്ങ വഴിപാടും മീനൂട്ടുമൊക്കെ വ്യത്യസ്തമായ ആചാരങ്ങൾ. ഭാരതത്തിലെ ഏക ഭരതക്ഷേത്രമാണ് ശ്രീ കുടമാണിക്യം ക്ഷേത്രം. ഇതിൽ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, മാലമ്പലക്കാലത്ത് ഒരു മാസം നീണ്ടു നിൽക്കുന്ന മാലമ്പലക്കാലത്ത് കേരളത്തിൻ്റെ, തമിഴ്നാടിൻ്റെ, കർണാടകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് നാലമ്പലം തൊഴാൻ വരിക. ആദ്യം തൃപ്പയാർ തൊഴുത്, പിന്നെ ഭരതക്ഷേത്രത്തിൽ തൊഴുത്, മൂഴിക്കുളം പായമ്മൽ അതാണ് ഇത്. ഭഗവാൻ ശ്രീരാമൻ വനവാസത്തിന് പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ പാതുകം വെച്ചുകൊണ്ട് രാജ്യം ഭരിക്കുന്ന ഒരു കൺസെപ്റ്റാണ് ഈ ഭരതക്ഷേത്രത്തിനുള്ളത്. വാസ്തുപരമായി ഏറെ പ്രത്യേകതയുള്ള ക്ഷേത്രം. കേരള ചരിത്രത്തിന്റെ മാറ്റങ്ങൾ കൂടി പ്രതിഫലിക്കുന്നു കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ. 8-ാം നൂറ്റാണ്ടിലെയും 12-ാം നൂറ്റാണ്ടിലെയും രാജശാസനകൾ ക്ഷേത്രത്തിൽ കാണാം. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഈ കൂത്തമ്പലം വാസ്തുകലയുടെ പ്രത്യക്ഷ അത്ഭുതമാണ്. വലിയ 4 കുളങ്ങൾ ക്ഷേത്രത്തെ വലം വെക്കുന്നു. കൂടൽമാണിക്യമെന്ന പേരിന്റെ ചരിത്രവും കൗതുകമുണർത്തുന്നതാണ്. 2 നദികളുടെ സംഗമം കൂടലായെന്നും മാണിക്യമെന്നത് ശിവഭക്തരായ ജൈനരുടെ സംഭാവനയെന്നുമാണ് ഐതിഹ്യം. ധനേഷിനൊപ്പം രഞ്ജിത് രാമേന്ദ്രൻ, ഇരിങ്ങാലക്കുട.